ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ നമുക്ക് അടുത്ത് പഠിക്കാനുള്ള ചാപ്റ്റർ ആണ് എലിസബത്ത് ബിഷപ്പ് എഴുതിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പോയമായ ദ ഫിഷ് എന്ന് പറയുന്ന ഈ പോയം. കുറെ അധികം ഫിഗർ ഓഫ് സ്പീച്ചസും മീനിങ്സ് ഒക്കെ ഉള്ള ഒരു അടിപൊളി കൊച്ചു പോയമാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിലൂടെ അത് വളരെ ഡീറ്റെയിൽ ആയിക്കൊണ്ടും വളരെ ഈസി ആയിക്കൊണ്ടും നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവുകയാണ് കേട്ടോ. സോ വീഡിയോ ലൈക്ക് ചെയ്ത് ശ്രദ്ധിച്ച് തന്നെ കാണുക. ഒപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം, ലെറ്റ്സ് പാസ് ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമ്മുടെ ദ ഫിഷ് എന്ന് പറയുന്ന നമ്മളെ പോയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അത് എഴുതിയിട്ടുള്ള നമ്മുടെ എലിസബത്ത് ബിഷപ്പ് എന്ന് പറയുന്ന പോയറ്റിനെ കുറിച്ച്, അവരുടെ സ്റ്റോറിയെ കുറിച്ച് ഒരു സ്റ്റോറി പോലെ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പോയറ്റ് എലിസബത്ത് ബിഷപ്പ് ഒരു അമേരിക്കൻ പോയറ്റും ഷോർട്ട് സ്റ്റോറി റൈറ്ററും അതുപോലെ തന്നെ ഒരു പെയിന്ററും ആയിരുന്നു. അവരുടെ ചെറുപ്രായത്തിൽ തന്നെ, അതായത് 1 വയസ്സായപ്പോൾ തന്നെ അവരുടെ അച്ഛൻ മരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ അവരുടെ അമ്മയ്ക്ക് മനോരോഗമായതിനാൽ ഹോസ്പിറ്റലിലാക്കുകയായിരുന്നു. അങ്ങനെ പഠിത്തമെല്ലാം കഴിഞ്ഞ് അവർ ന്യൂയോർക്കിൽ സെറ്റിൽ ആയതിനു ശേഷം അവർ ധാരാളം യാത്രകളെല്ലാം നടത്തുന്നുണ്ട്. ആൻഡ് അവർ കാണുന്ന കാഴ്ചകളും അവരുടെ എക്സ്പീരിയൻസും എല്ലാം അവർ ഇങ്ങനെ അവരുടെ കൃതികളിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാറുണ്ട്. സോ അതുപോലുള്ള അവരുടെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ദ ഫിഷ് എന്ന പോയത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത്. സോ ഇത് പോയറ്റിന്റെ ഒരു വ്യൂവിലായതുകൊണ്ട് തന്നെ ഇതൊരു ഫസ്റ്റ് പേഴ്സൺ, അതായത് നമ്മുടെ ഫിഷ് എന്ന് പറയുന്ന പോയം ഒരു ഫസ്റ്റ് പേഴ്സൺ നാരേറ്റീവ് പോയമാണ്. സോ നമുക്ക് കൂടുതലൊന്നും പോയത്തിനെ കുറിച്ച് പറയാതെ നേരെ നമ്മുടെ പോയത്തിലേക്ക് കടക്കാം. ഐ കോട്ട് എ ട്രമൻഡസ് ഫിഷ് ആൻഡ് ഹെൽഡ് ഹിം ബിസൈഡ് ദ ബോട്ട്. അതായത് നമ്മുടെ പോയം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കഥാകാരിയായ എലിസബത്ത് ബിഷപ്പിന് ഒരു ബിഗ്, ട്രമൻഡസ് എന്ന് പറയുന്നത് ബിഗ് ആണ്, അതായത് വലിയ ഫിഷിനെ കിട്ടിയിരിക്കുകയാണ്. ആൻഡ് അവർ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ബോട്ടിനെ അടുപ്പിച്ച് ഇങ്ങനെ ചേർത്ത് വെച്ച് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. ആൻഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും, അതായത് നമ്മുടെ പോയിട്ട് പിടിച്ചിരിക്കുന്ന ഫിഷിനെ ഹിം എന്നുകൊണ്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ പോയിട്ട് എലിസബത്ത് ബിഷപ്പ് ഈ മീനിനെ ഒരു മനുഷ്യനായിട്ട് പേഴ്സോണിഫിക്കേഷൻ ചെയ്തിരിക്കുകയാണ്. അതായത് ഇവിടെയുള്ള ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ ആണ് കേട്ടോ. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു ചെറിയ സ്റ്റാൻസ് തന്നിട്ട് അതിലെ ഫിഗർ ഓഫ് സ്പീച്ച് കണ്ടെത്താൻ പറഞ്ഞേക്കാം. സോ ഇങ്ങനെ ജീവനില്ലാത്ത ഒബ്ജക്റ്റിനെയോ അതല്ലെങ്കിൽ മൃഗങ്ങളെയോ ഒക്കെ ഹിം എന്നോ ഷീ എന്നൊക്കെ വെച്ച് പേഴ്സോണിഫൈ ചെയ്യുന്നതിന്, അവരെ ഒരു വ്യക്തിയൊക്കെ കണക്കാക്കുന്നതിന് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നു കേട്ടോ. സോ നമ്മുടെ ഈ പോയതിൽ ഇതുപോലെ തന്നെ കുറെ അധികം ഫിഗർ ഓഫ് സ്പീച്ചസ് ഉണ്ട്. അതെല്ലാം തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ നമുക്ക് മുമ്പോട്ട് പോവാം. ഹാഫ് ഔട്ട് ഓഫ് വാട്ടർ വിത്ത് മൈ ഹുക്ക് ഫാസ്റ്റ് ഇൻ എ കോർണർ ഓഫ് ഹിസ് മൗത്ത്. സോ നമ്മൾ പോയിട്ട് ഒരു മീനെ പിടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് പിടിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. അതായത് ഹാഫ് ഔട്ട് ഓഫ് വാട്ടർ ആണ്, പകുതി വെള്ളത്തിന് മുകളിലാണ്. അതുപോലെ തന്നെ ചൂണ്ടക്കുളത്ത് അതിന്റെ വായുടെ അറ്റത്ത് ഇങ്ങനെ കൊളത്തിരിക്കുന്നുണ്ടെന്നും പറയുകയാണ്. ഹി ഡിഡ്ന്റ് ഫൈറ്റ്, ഹി ഹാഡ്ന്റ് fought at all. He hung a grunting weight, battered and venerable and homely. ഓക്കെ, അപ്പൊ നമ്മുടെ പോയിട്ട് ഈ മീനിനെ പിടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ ആ മീൻ എന്ത് ചെയ്യുന്നില്ല, ഫൈറ്റ് ചെയ്യുന്നില്ല, സ്ട്രഗിൾ ചെയ്യുന്നില്ല. സാധാരണ നമ്മൾ പുഴയുന്ന ഒരു മീനിനെ പിടിക്കുകയാണെങ്കിൽ അതിങ്ങനെ പെടക്കെന്ന് കാണാൻ സാധിക്കില്ലേ. പക്ഷേ ഈ ഒരു മീനിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിങ്ങനെ പെടക്കുന്നില്ല, അത് ഫൈറ്റ് ചെയ്യണമെന്നില്ല എന്ന് നമ്മുടെ പോയിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. ആൻഡ് ഇവിടെ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും, ഇവിടെ നമുക്ക് ഹി ഡിഡ്ന്റ് ഫൈറ്റ് എന്നാണ് കാണിച്ചിരുന്നത് അല്ലെ. അതായത് ഹി എന്ന വേർഡ് ഉപയോഗിച്ച് പേഴ്സോണിഫൈ ചെയ്തിരിക്കുകയാണ്. അതായത് ഇവിടെയുള്ള ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ ആണ് കേട്ടോ. ഓക്കെ, ഹിയർ ആൻഡ് ദർ ഹിസ് ബ്രൗൺ സ്കിൻ hung in strips like ancient wallpaper and its pattern of darker brown was like wallpaper. ഓക്കെ, അപ്പൊ നമ്മുടെ പോയിട്ട് നമ്മൾ ഈ പിടിച്ച മീനിനെ എങ്ങനെ നിരീക്ഷിക്കുകയാണ്. അപ്പൊ നമ്മുടെ പോയിട്ട് ഇങ്ങനെ ഈ മീനിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ആ മീനിന്റെ ചെകിളകൾ, സ്ട്രിപ്സ് എന്ന് പറയുന്നത് അതിന്റെ ചീളുകളാണ് കേട്ടോ, അതിങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്, ബ്രൗൺ കളറിലുള്ള ആ ചെകിളുകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ സാധിക്കുകയാണ്. അതും ഏതുപോലെ ലൈക്ക് ആൻഷ്യന്റ് വാൾപേപ്പർ, ഒരു ആൻഷ്യന്റ് ആയിട്ടുള്ള വാൾപേപ്പർ, അതായത് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ പോലെ നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് പറയുകയാണ്. ഇവിടെ ലൈക്ക് എന്ന് ഉപയോഗിച്ചിരുന്നത് എന്താണ്, ഒരു സിമിലിയാണ് കേട്ടോ. അതായത് ഇവിടെ ഉപയോഗിച്ചിരുന്ന ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് സിമിലിയാണ്. ലൈക്ക് എന്ന് പറയുന്നത് അതായത് ഒരു സാധനത്തിനെ വേറൊരു സാധനവുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ സിമിലി എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ പോയിട്ട് ആ മീനിന്റെ ചീളുകളെ എന്തായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, ഒരു ആൻഷ്യന്റ് വാൾപേപ്പറുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നുണ്ട് ഡാർക്കർ ബ്രൗൺ ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് അതിന്റെ ചീലുകളുള്ളത്. അതും അദ്ദേഹത്തിന് ഒരു വാൾപേപ്പർ പോലെ തോന്നുകയാണ്. ഇവിടെ നമുക്ക് ലൈക്ക് എന്നുള്ള വേർഡ് കാണാൻ സാധിക്കുന്നുണ്ട്, അതും ഒരു സിമിലി തന്നെയാണ് കേട്ടോ. ഷേപ്സ് ലൈക്ക് ഫുൾ ബ്ലോൺ റോസസ് സ്റ്റെയിൻഡ് ആൻഡ് ലോസ്റ്റ് ത്രൂ ഏജ്. സോ നമ്മുടെ പോയിട്ട് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ മീൻ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് അതിന്റെ ചികളകളെല്ലാം ഇങ്ങനെ ഒരു പൂ വിടർന്ന പോലെ, ഒരു റോസാപ്പൂ വിടർന്ന പോലെ തോന്നുകയാണ്. അതുപോലെ തന്നെ പറയുന്നുണ്ട് വളരെ ഏജ് ആയിട്ടുള്ള, അതായത് അതൊരു പ്രായം ചെന്ന മീനാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. ഹി വാസ് സ്പെക്കിൾഡ് വിത്ത് barnacles, fine rosettes of light and infested with tiny white sea lice. ഓക്കെ, അപ്പൊ നമ്മുടെ പോയിട്ട് ഈ മീന് ഒരു പ്രായം ചെന്ന മീനാണെന്ന് ഇങ്ങനെ മനസ്സിലാക്കി വരികയാണ്. അതായത് അതിന് പുറത്ത് ബെർണക്കിൾസ് കാണാൻ സാധിക്കുന്നുണ്ട്, അതായത് ഒരു സീ ഷെൽസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൈം, അതായത് വെള്ള കളറിൽ മാല പോലെ ചുണ്ണാമ്പിനെയും അതിന്റെ പുറത്ത് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് പറയുകയാണ്. ഒപ്പം എന്തുകൂടിയുണ്ട്, വെള്ള കളറിലുള്ള സീ ലൈസ്, അതായത് പേൻ എന്നൊക്കെ പറയില്ല, അതായത് കടലിലുള്ള ഒരു തരം പേനും അതിന്റെ പുറത്തുണ്ടെന്ന് നമ്മുടെ കവി കാണുകയാണ്. ആൻഡ് underneath 2 or 3
rags of green weed hung down. While his gills were breathing in the terrible oxygen, the frightening gills, fresh and crisp with blood that can cut so badly. ഓക്കെ, അപ്പൊ നമ്മുടെ പോയറ്റായ എലിസബത്ത് ബിഷപ്പ് അവർ പിടിച്ചിട്ടുള്ള മീനിനെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ആ മീനിന്റെ മേലെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവത്തിനോടൊപ്പം തന്നെ ഒരു ഗ്രീൻ വീഡ്, അതായത് ഒരു പായലും അതിന്റെ മേത്ത് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനൊപ്പം നമ്മുടെ കവി ഇവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫിഷ് ഓക്സിജൻ എടുക്കാൻ കഷ്ടപ്പെടുന്നുണ്ടെന്ന് കാണിച്ചു തരികയാണ്. അത് തീർച്ചയായിട്ടും കഷ്ടപ്പെടും അല്ലെ, കാരണം നമ്മുടെ മീനെ നമ്മുടെ പോയിട്ട് ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്തിട്ടുണ്ട് അല്ലെ. അപ്പോൾ പോയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ആ മീനിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അതിന്റെ ഗിൽസ് എന്ന് പറയുന്ന അത് വെള്ളത്തിനടിയിൽ ശ്വസിക്കാൻ, അതായത് ഓക്സിജൻ എടുക്കാൻ ഉപയോഗിക്കുന്ന ഓപ്പണിംഗ് ആണ്. അപ്പോൾ നമ്മുടെ കവിക്ക് അവിടെയും കുറച്ച് ബ്ലഡ് ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഐ തോട്ട് ഓഫ് ദ കോഴ്സ് വൈറ്റ് ഫ്ലഷ് പാക്ഡ് ഇൻ ലൈക്ക് ഫെദേഴ്സ്, the big bones and the little bones, the dramatic reds and blacks of his shiny entrails and the pink swim bladder like a big pony. So നമ്മുടെ പോയിട്ട് അടുത്തതായിട്ട് നമ്മുടെ മീനിന്റെ ഫ്ലഷിലേക്ക് നോക്കുകയാണ്, അതായത് അതിന്റെ മാംസത്തിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ പോയിട്ടിന് കാണാൻ സാധിക്കുന്നുണ്ട് അതിന്റെ ബോഡിയിൽ ബിഗ് ബോൺസ്, അതായത് വലിയ വലിയ എല്ലുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ എല്ലുകളും ഉണ്ടെന്നും. അതുപോലെ തന്നെ അവർ ആ മീനിന്റെ വായന്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ, അതായത് ഇന്നർ പാർട്സിലേക്ക് നോക്കിയപ്പോഴും അവർക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിയോണി എന്ന് പറയുന്ന ഒരു ഫ്ലവറിനെ പോലെയാണ് തോന്നിയത്. I looked into his eyes, which were far larger than mine, but shallower and yellowed. The irises backed and packed with tarnished tinfoil, seen through the lenses of old scratched isinglass. They shifted a little, but not to return my stare. So അടുത്തതായി നമ്മുടെ പോയിട്ട് നമ്മുടെ മീനിന്റെ, നമ്മുടെ ഫിഷിന്റെ കണ്ണിലേക്ക് നോക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ പോയിട്ടിനെ കാണാൻ സാധിക്കുന്നുണ്ട്, അതായത് അതിന്റെ കണ്ണ് നമ്മുടെ പോയിട്ടിന്റെ കണ്ണിനേക്കാളും വലുതാണെന്നും പക്ഷേ അത് കുറച്ച് ഷാലോവറാണ്, കുറച്ച് യെല്ലോയിഷ് കളർ ഉള്ളതായിട്ടുമാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ അതിന്റെ കണ്ണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഇവിടെ ഒരു വേർഡ് ഉപയോഗിക്കുന്നുണ്ട്, അതായത് ടാർണിഷ്ഡ് ടിൻഫോയിൽ എന്ന് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ടാർണിഷ്ഡ് ടിൻഫോയിൽഡ് എന്ന് പറയുന്ന ഈ രണ്ട് വേർഡ്സിൽ നമുക്ക് രണ്ട് ഫിഗർ ഓഫ് സ്പീച്ചസ് ഉണ്ട്. ഒന്നാമത്തെ എന്ന് പറയുന്നത് അലിട്രേഷൻ ആണ്, അതായത് സെയിം സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, അതായത് ട് എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇതൊരു അലിട്രേഷൻ എന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഇവിടെ ഉണ്ട്. ഒപ്പം മെറ്റഫർ എന്ന ഫിഗർ ഓഫ് സ്പീച്ചും ഇതിലുണ്ട് കേട്ടോ. അതിലൂടെ നമ്മുടെ പോയിട്ട് നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ കണ്ണ് കുറച്ച് ഡൾ ആയിട്ട് ഇരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ പോയിട്ട് ഇങ്ങനെ അതിന്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോഴും അത് തിരിച്ചൊന്നും നോക്കിയില്ല, പക്ഷേ ചെറുതായിട്ടൊന്നും ഇങ്ങനെ അനങ്ങി. ഇറ്റ് വാസ് മോർ ലൈക്ക് ദ ട്രിപ്പിംഗ് ഓഫ് എൻ ഒബ്ജെക്ട് toward the light. I admired his sullen face, the mechanism of his jaw. ഓക്കെ, അപ്പൊ നമ്മുടെ മീനിന്റെ കണ്ണിങ്ങനെ ചെറുതായിട്ടൊന്ന് അറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ പോയിട്ടിന് അവിടെ ഒരു ഹോപ്പ് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് പറയുകയാണ്. അതുപോലെ തന്നെ അതിന്റെ ഫേസ് ഇങ്ങനെ കുറച്ച് ദേഷ്യപ്പെട്ട പോലെ നമ്മുടെ പോയിട്ടിന് തോന്നുകയാണ്. പക്ഷെ ആ ഫിഷിന് ദേഷ്യപ്പെടാനുള്ള അവകാശമുണ്ടെന്ന് നമ്മുടെ പോയിട്ട് പറയുകയാണ്. And then I saw that from his lower lip, if you could call it lip, grim, wet and weapon-like, hung 5 old pieces of fish line or 4 and a wire leader with a swivel still attached with all their 5 big hooks grown firmly in his mouth. So നമ്മുടെ പോയിട്ട് നമ്മുടെ ഫിഷിന്റെ ഫേസ് ഒക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ വന്നപ്പോഴാണ് അതിന്റെ ലോവർ ലിപ്പ് കാണുന്നത്. ആൻഡ് അവിടെ ഉണ്ടായിരുന്നു ഒരു വെപ്പൺ ലൈക്ക്, ഒരു ആയുധം പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അതായത് അവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു ചൂണ്ടക്കുളത്ത്, ഒരു പൊട്ടിയ ചൂണ്ടക്കുളത്ത് നമ്മുടെ പോയിട്ടിന് കാണാൻ സാധിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പോയിട്ടിന് കാണാൻ സാധിക്കുന്നുണ്ട് 4-5 കഷ്ണം വയറുകൾ, അതായത് ചൂണ്ടവള്ളികൾ അതിന്റെ ലോവർ ലിപ്പിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. എ ഗ്രീൻ ലൈൻ ഫ്രെയ്ഡ് അറ്റ് ദ എൻഡ് where he broke it, 2 heavier lines and a fine black thread still crimped from the strain and snap when it broke and he got away. And ഈ ചൂണ്ടക്കൊളുത്തുകൾക്കൊപ്പം തന്നെ നമ്മുടെ പോയിന്റിന് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ഗ്രീൻ ലൈൻ, ഒരു പച്ച നിറത്തിലുള്ള ഒരു ചരട്, അതിങ്ങനെ പൊട്ടിയ രൂപത്തിലാണ് നമ്മുടെ പോയിന്റിന് കാണാൻ സാധിക്കുന്നത്. അതായത് നമ്മുടെ ഫിഷിനെ ഇതിനു മുമ്പും പലരും ചൂണ്ടയിട്ട് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അതിൽ നിന്നൊക്കെ നമ്മുടെ മീന് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് രക്ഷപ്പെട്ടു വന്നതാണെന്ന് നമ്മുടെ പോയിട്ട് കണ്ടുപിടിക്കുകയാണ്. ലൈക്ക് മെഡൽസ് വിത്ത് ദെയർ റിബൺസ് ഫ്രെയ്ഡ് ആൻഡ് വേവറിംഗ്, എ 5-haired beard of wisdom trailing from his aching jaw. സോ ഈ ചൂണ്ടവള്ളികൾ, അതായത് ഈ പൊട്ടിയ ചരടുകളെല്ലാം ഒരു മെഡൽ പോലെയാണ് നമ്മുടെ പോയിട്ടിനെ കണ്ടപ്പോൾ തോന്നിയത്. ഇവിടെയും ലൈക്ക് എന്ന വേർഡ് ഉപയോഗിക്കുന്നുണ്ട്, അതായത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് സിമിലിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ചരടുകളെല്ലാം ഒരു താടി പോലെ ഇങ്ങനെ നിൽക്കുന്നതായി നമ്മുടെ പോയിട്ടിന് തോന്നുകയാണ് കേട്ടോ. ഫ്രം ഹിസ് ഏക്കിംഗ് ജോ, ഏക്കിംഗ് എന്ന് പറയുന്നത് വേദനിപ്പിക്കുന്ന ജോ എന്ന് പറയുന്നത് നമ്മുടെ താടി എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അവിടെ നിന്നിങ്ങനെ ഒരു താടി പോലെ നിൽക്കുകയാണ് ഈ 4-5 ചരടുകൾ എന്ന് പോയിട്ട് പറയുകയാണ്. I stared and stared and victory filled up and little rented boat
ഫ്രം ദ പൂൾ ഓഫ് മിൽക്ക്. സോ നമ്മുടെ പോയിട്ട് വീണ്ടും ഇങ്ങനെ ആ മീനിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ സമയത്ത് നമ്മുടെ പോയറ്റിന് ഒരു വിക്ടറി ഫീൽ ചെയ്യുകയാണ്, ഒരു ജയത്തിന്റെ ഫീൽ വരികയാണ്. കാരണം നമുക്കറിയാം, നമ്മളൊരു മീനെ പോയി പിടിക്കുകയാണെങ്കിൽ ആ പിടിച്ചാൽ കിട്ടുന്നതിന് നമുക്കൊരു സന്തോഷം ഉണ്ടല്ലേ. സോ ആ ഒരു വിക്ടറി ഫീൽ നമ്മുടെ പോയറ്റിനും ലഭിക്കുകയാണ്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, അതായത് അവർ വന്ന ബോട്ടിനെ കുറിച്ച്. അതായത് ആ ബോട്ട് ഒരു റെന്റിനെടുത്ത ബോട്ടാണെന്ന്. വേർ ഓയിൽ ഹാഡ് സ്പ്രെഡ് എ റെയിൻബോ അറൌണ്ട് ദ റെസ്റ്റഡ് എഞ്ചിൻ to the baler rested orange. The sun cracked towards the oarlocks on their strings, the gunwales. So ഇപ്പൊ നമ്മുടെ പോയിട്ട് വന്നിട്ടുള്ള ബോട്ടിനെ കുറിച്ച് പറയുകയാണ്. അതായത് ബോട്ടിലുള്ള ഓയിൽ ഇങ്ങനെ കുറച്ച് ലീക്കായിട്ട് നമ്മുടെ ബോട്ടിന് ചുറ്റും ഒരു റെയിൻബോ ഇങ്ങനെ ഫോം ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ്. അതായത് നമുക്കറിയാം, ഓയിൽ ലീക്ക് ചെയ്താൽ നമുക്കൊരു റെയിൻബോ കളർ ഇങ്ങനെ കാണാൻ സാധിക്കും അല്ലെ. സോ അതുപോലെ തന്നെയുള്ള ഒരു റെയിൻബോ എഫക്റ്റ് പോയിറ്റിന് നമ്മുടെ ബോട്ടിന്റെ എഞ്ചിന് ചുറ്റും, അതായത് തുരുമ്പെടുത്ത എഞ്ചിന് ചുറ്റും കാണാൻ സാധിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ റെയിൻബോ കളർ ബോട്ടിന്റെ പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കുന്നുണ്ട്. എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ തോട്ട്സ് എന്ന് പറയുന്നത് അതിന്റെ സീറ്റുകളിൽ, അതുപോലെ തന്നെ ഓർലോക്സ്, അതായത് അതിന്റെ തുഴഞ്ഞ് നീക്കാൻ പറ്റുന്ന ആ തുഴകളിലും കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ സ്ട്രിങ്ങിലും കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗണൽസ് എന്ന് പറയുന്നത് ബോട്ടിന്റെ സൈഡുകളിലും ഇതുപോലെ തന്നെ റെയിൻബോ കളേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് പറയുകയാണ്. അൺടിൽ എവറിത്തിങ് വാസ് റെയിൻബോ. അങ്ങനെ എല്ലാം ഇങ്ങനെ റെയിൻബോ കളറായി മാറുകയാണെന്ന് പോയിട്ട് പറയുകയാണ്. ആൻഡ് ഐ ലെറ്റ് ദ ഫിഷ് ഗോ. അതായത് ഈ റെയിൻബോ കളർ നമുക്ക് കാണിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സൈൻ ഓഫ് ഹോപ്പാണ്, വിക്ടറിയാണ്, സന്തോഷമാണ് ഈ റെയിൻബോ കളർ കൊണ്ട് നമ്മുടെ പോയിട്ട് നമുക്ക് കാണിച്ചിരുന്നത്. ആൻഡ് അങ്ങനെ അവസാനം നമ്മുടെ എലിസബത്ത് ബിഷപ്പ് പിടിച്ചിട്ടുള്ള, അതായത് നമ്മുടെ പോയിട്ട് പിടിച്ചിട്ടുള്ള ഫിഷിനെ അവർ ഫ്രീ ആയി വിടുകയാണ്. അതായത് നമ്മുടെ പോയിട്ട് ആ ഫിഷിന് ഒരു മാനുഷിക പരിഗണന നൽകുകയാണ്. വളരെ കാലം സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു ഫിഷ്, അതുപോലെ തന്നെ അതിന് വയസ്സായതായും നമ്മുടെ പോയിട്ട് കാണിച്ചിരുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഈ ഫിഷിനെ നമ്മുടെ പോയിട്ട് വെറുതെ വിടുകയാണ്. ഇവിടെ നമുക്ക് നമ്മുടെ പോയിട്ട് ജീവജാലങ്ങൾ തമ്മിൽ പരസ്പരം സഹകരിച്ച് പോവണം എന്നുള്ളൊരു ആശയമാണ് നമുക്ക് കാണിച്ചിരുന്നത്. മനുഷ്യരോട് മാത്രമല്ല മനുഷ്യത്വം കാണിക്കേണ്ടത്, പകരം മറ്റുള്ള ജീവജാലങ്ങളെയും സഹജീവികളെയും സ്നേഹിക്കണം എന്നാണ് എലിസബത്ത് ബിഷപ്പ് ദ ഫിഷ് എന്ന ഈ കൊച്ചു പോയത്തിലൂടെ നമുക്ക് കാണിച്ചിരുന്നത് കേട്ടോ. സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്ത് തന്നെ ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ തീർച്ചയായും കമന്റ് ചെയ്യുക. ഒപ്പം നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്തെടുത്തോളൂ. നിങ്ങൾ ഈ വീഡിയോന്റെ ഇവിടെ വരെ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ഗ്രീൻ ഹാർട്ടും കമന്റ് ചെയ്യുക. സോ എപ്പോഴും പറയുന്ന പോലെ തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ക്ലാസ്സുമായി വരാം. ലെറ്റ്സ് പാസ് ഡിഗ്രി.